ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് അറ്റ് എനി പോയിന്റ് ഇൻ സ്പേസ് സറൗണ്ടിങ് എ ഗ്രാവിറ്റേറ്റിംഗ് ബോഡി എം ദർ വിൽ ബി എ ഡെഫിനിറ്റ് അട്രാക്ടിംഗ് ആക്ഷൻ ഓൺ ദ അതർ ബോഡി പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഏതൊരു ബോഡിയും മറ്റൊരു ബോഡിയുമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. The wall of this space may be regarded as permitted by the gravity, influence or gravitational field of the body M. To move a particle of unit mass from one point to another in the gravitational field, there requires an work against the attractor. The amount of work may be positive or negative depending on the direction of movement. The amount of work is called gravitational potential ഡിഫറൻസ്. അതായത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിലുള്ള ഏതൊരു ബോഡിയും മറ്റൊരു ബോഡിയുമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യണ ഒരു എം മാസുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡിലുള്ള ഏതൊരു ബോഡിയും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. ആ സമയത്ത് അവിടെ ഒരു വർക്ക് ഡൺ സംഭവിക്കുന്നുണ്ട്. ആ വർക്ക് ഡണ്ണിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്തായിട്ട് നമുക്ക് പറയാൻ പോണത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ്. അടുത്തായിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ എർത്ത് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒരു പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ആ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതായത് ഏതൊരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേര്, അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇനി ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം. അതിന്റെ ഇക്വേഷൻ ആണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമ്മൾ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. V is equal to minus gm by r. ഇതിൽ g എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന്റെ വാല്യൂ ആണ് 6.67 10⁻⁻11. അടുത്ത m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത്, വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് എർത്ത് ആൻഡ് ദ പോയിന്റ് വേർ യൂണിറ്റ് മാസ് ഇസ് പ്ലേസ്ഡ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് മാസ് ഉണ്ടല്ലോ, ആ പോയിന്റ് മാസും അതുപോലെ തന്നെ സെന്റർ ഓഫ് എർത്തും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് മാസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൺസിഡർ എ മാസ് എം പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത്. സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ നമ്മുടെ ബോഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. Since gravitational potential energy due to unit mass is minus gm by r, അത്തരം കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ത്? മൈനസ് gm by r എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ r. The gravitational potential energy is equal to minus gmm by r if the body of mass m lies on the surface of the earth. അതായത് നമ്മുടെ സർഫസ് ഓഫ് ദ എർത്തിൽ നമ്മുടെ ബോഡിയുടെ ആ ഡിസ്റ്റൻസ് ലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു എന്താവും? ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പൊ ആ കേസ് നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജി, അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഇ എന്നുള്ളതിന്റെ സ്ഥാനത്ത് E0 എന്ന് കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആറിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ലെറ്റർ ആറും കൊടുക്കും. അപ്പൊ E is equal to minus gmm by r. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ. ഇനി നമ്മുടെ സർഫസ് ഓഫ് ദ എർത്തും നമ്മുടെ ബോഡിയുടെ മാസും തമ്മിൽ അല്ലെങ്കിൽ ബോഡി ഡിസ്റ്റൻസ് തമ്മിൽ ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് E0 is equal to minus gmm by r എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. Escape velocity from Earth is defined as the
least velocity v with which a body must be projected in order that it may escape from the gravitational field of the earth. അതായത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒരു ബോഡിക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട മിനിമം വെലോസിറ്റി അല്ലെങ്കിൽ ലീസ്റ്റ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഒരു ഡെഫിനേഷൻ എഴുതാൻ പോണത് ഒരു ഇക്വേഷൻ എഴുതാൻ പോണത്. ഇതിന് വേണ്ടിട്ട് നമ്മൾ കൺസിഡർ എ ബോഡി ഓഫ് മാസ് m situated on the surface of the earth. Its potential energy on the surface of the earth is minus gmm by r. അതായത് ഒരു m മാസുള്ള ബോഡി എർത്തിന്റെ സർഫസിലാണ് നിൽക്കുന്നത്. അത്തരം ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് gmm by r ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ എനർജി 0 ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറണം? പ്ലസ് gmm by r ആയിട്ട് മാറണം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സർഫസിലുള്ള ഒരു എർത്തിന്റെ സർഫസിലാണ് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൈനസ് gmm by r ആണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി 0 ആകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്താവണം? പ്ലസ് gmm by r ആവണം. നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പ്ലസ് gmm by r. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് അല്ലെ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ സ്ഥാനത്ത് ഹാഫ് mv² എന്ന് കൊടുത്തു. ഇവിടെ വിയുടെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ve ആണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ve² എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് gmm by r. നമുക്ക് വേണ്ട എന്തിനുള്ള ഇക്വേഷൻ ആണ്? എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്ക് വേണ്ടത്. അപ്പൊ ആ ve² ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിനൊക്കെ ആ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ve² is equal to gmm by r. ഈ ഇൻഡു എം ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോ ബൈ എം ആവും. അപ്പൊ ഇവിടെ ആറിന്റെ കൂടെ ആയിരിക്കും എം വരിക. അതേപോലെ തന്നെ ബൈ 2 ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു 2. 2 2 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വരും? ve² is equal to 2gm by r. നമുക്ക് വേണ്ട എന്താണ്? v ഈക്വൽ ഇക്വേഷൻ നമുക്ക് വേണ്ടത്. അപ്പോ റൂട്ട് എടുക്കാം. v is equal to എന്ത് വരും? റൂട്ട് ഓഫ് 2gm by r എന്നായി നമ്മുടെ ഇക്വേഷൻ. v സ്മോൾ ലെറ്റർ g എന്ന് പറഞ്ഞാല് gm by r² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ താഴെയുള്ള r² ഒരു ആറിനെ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താവും വരിക? gr is equal to gm by r. നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് കൊടുത്തു വെക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in 1 എന്തായിരിക്കും വരിക? gm by r ന്റെ സ്ഥാനത്ത് എന്ത് വരും? സ്മോൾ ലെറ്റർ g r എന്ന് വരും. ബാക്കിയുള്ള അതുപോലെ തന്നെ v is equal to root of 2. അതുപോലെ തന്നെ gm by r ന്റെ സ്ഥാനത്ത് എന്ത് വരും? gr. v is equal to root of 2gr. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പ്ലസ് gmm by r എഴുതി. അതിനുശേഷം നമുക്ക് വേണ്ടത് എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ആ ടേമിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ve² is equal to gmm into 2 by r into m. ഈ m ഒന്നും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2gm by r ആയി. നമുക്ക് വേണ്ടത് v ഈക്വൽ ഇക്വേഷൻ ആണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആയി. v is equal to root of 2gm by r. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നമുക്കറിയാം സ്മോൾ ലെറ്റർ g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി is equal to gm by r² ആണെന്ന് അറിയാം. അത് നമ്മൾ ഇവിടെ ഉള്ള ഒരു ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ gr is equal to gm by r ആയി. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 2 നമ്മള് 1 ഒന്ന് കൊടുത്തു നോക്കുകയാണ്. എന്താവും വരിക? അതായത് gm by r ന്റെ സ്ഥാനത്ത് gr കൊടുക്കും. ബാക്കി അതെല്ലാം അതുപോലെ തന്നെ v is equal to root of 2gr. ഇനി അതേപോലെ തന്നെ അപ്പൊ v is equal to root of 2gr എന്ന് പറഞ്ഞു അല്ലെ? നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷന് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാം.
ജിന്റെ വാല്യൂ അറിയാം, ആറും അറിയാം. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങള് എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ജിന്റെ വാല്യൂയും ആറിന്റെ വാല്യൂ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ വാല്യൂസ് ഒക്കെ ആ വാല്യൂസ് ഉപയോഗിച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള തിയറി പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി വരുന്നത് പ്രോബ്ലംസ് ആണ്. ഇനി അടുത്ത് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, an artificial satellite revolves the earth very close to it. Calculate the orbital velocity if g is equal to 9.8 meter per second square and r is equal to 6400 കിലോമീറ്റർ. അതായത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിനോട് ക്ലോസ് ആയിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എർത്തിന്റെ സർഫസിനോട് ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കേസ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. v is equal to root of gr അല്ലേ? v is equal to root of gr. അത് എർത്തിന്റെ സർഫസിനോട് ക്ലോസ് ആവുന്ന കേസിൽ മാത്രമാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി എച്ച് ഹൈറ്റ് ഡിഫറൻസിനാണെങ്കിൽ അതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജിന്റെ വാല്യൂ അറിയാം, ആറിന്റെ വാല്യൂ അറിയാം. കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ജിന്റെ വാല്യൂ എത്രയാണ്? 9.8 ഇൻറ്റു ആറിന്റെ വാല്യൂ കൊടുക്കുക. പക്ഷെ ഇതെന്താണ്? ഇവിടെ കിലോമീറ്ററിലാണ്. ആ കിലോമീറ്ററിന് ആദ്യം എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇൻറ്റു 10⁻³ എന്നാവും. ഒന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് വെരി ക്ലോസ് സർഫസ് ഓഫ് ദ എർത്തിൽ മാത്രമാണ്. അല്ലാത്ത കേസിൽ എച്ച് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ എച്ച് വെച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, നോക്കാം. An artificial satellite revolves the earth very close to the surface. Calculate the orbital velocity and period of revolution from the following data. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എർത്തിന്റെ സർഫസിനോട് ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റിയും പീരിയഡ് ഓഫ് റെവല്യൂഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഈ ഓർബിറ്റൽ വെലോസിറ്റിയും പീരിയഡ് ഓഫ് റെവല്യൂഷനും കാണാൻ വേണ്ടിയിട്ട് ഇവർ 3 ഡാറ്റ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ ആർ. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റിയും പീരിയഡ് ഓഫ് റെവല്യൂഷനും കണ്ടുപിടിക്കാൻ. അപ്പൊ നേരത്തെ ഇക്വേഷൻ നമ്മൾ ബി is equal to root of g r ആണ് ഉപയോഗിച്ചത്. അതായത് സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ്. പക്ഷെ ഇവിടെ വന്ന ഡാറ്റയിൽ ആ സ്മോൾ ലെറ്റർ ജി ഇല്ല. എന്താണുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ എം ആണുള്ളത്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v is equal to root of gm by r അല്ലേ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ജിന്റെ വാല്യൂ കൊടുക്കുക. 6.67 ഇൻറ്റു 10⁻⁻11 ഡിവൈഡഡ് ബൈ എം ഉണ്ട് 6 ഇൻറ്റു 10⁻24. അതേപോലെ തന്നെ ആറിന്റെ വാല്യൂയും കൊടുക്കുക. ഈ ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോ വിക്കുള്ള 2 ഇക്വേഷനായി. v is equal to root of gr, v is equal to root of gm by r. ഇത് ഏത് കേസിൽ മാത്രം? വെരി ക്ലോസ് ടു ദ എർത്ത് സർഫസിന്റെ കേസിൽ മാത്രം തന്നെ ഓർബിറ്റൽ വെലോസിറ്റി കാണാൻ 2 ഇക്വേഷനായി. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി കാണാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയായിരുന്നു, റൂട്ട് ഓഫ് ജി ആർ ഉപയോഗിച്ചിട്ട്. ഇനി കാണാൻ നിങ്ങൾ ചെയ്ത് നോക്കത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പീരിയഡ് ഓഫ് റെവല്യൂഷൻ ആണ് നമ്മളോട്, ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? എന്താണ് ഇക്വേഷൻ? 2π ഇൻറ്റു റൂട്ട് ഓഫ് r² by gm. 2π ഇൻറ്റു റൂട്ട് ഓഫ് r² by gm. ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം? 2 ഇൻറ്റു
പൈന്റെ വാല്യൂ കൊടുക്കുക, അതേപോലെ ആറിന്റെ വാല്യൂ കൊടുക്കുക. ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. ജിന്റെ വാല്യൂ അറിയാം, എമ്മിന്റെ വാല്യൂ അറിയാം. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പീരീഡ് ഓഫ് റെവല്യൂഷനും കണ്ടുപിടിക്കാം. പ്രോബ്ലം നോക്കാം. Calculate the height at which a geostationary satellite revolves above the earth if g is equal to 9.8 meter per second square and r is equal to 6400 kilometer. ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ടി is equal to നമ്മൾ എന്താ 2π into root of r square by GM ആണ് എഴുതിയത് അല്ലെ. ആർ സ്ക്വയർ അല്ല, ആർ ക്യൂബ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ എഴുതിയപ്പോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയാണ്. 2π into root of r cube by GM വെച്ച് നിങ്ങൾ പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മോട് കാണാൻ പറ്റുള്ളത് ഈ ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. നമുക്കറിയാം ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ലെറ്റ് ഈസ് ഈക്വൽ ടു 2π into root of r plus h whole cube by g r square. ഇതിൽ h ആണ് എന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതാണ്. അപ്പൊ ആ ഹൈറ്റ് ഉള്ള ടേമിനെ മാത്രം നമുക്ക് ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 24 hour ആണ് അല്ലെ. അതായത് 24 into 60 into 60 അല്ലെ. അത് ഏകദേശം ഇത്രയും സെക്കൻഡ് ആണ് വരിക. നമ്മൾ എന്ത് ചെയ്യാം, ടീന്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കാം. ഇപ്പോൾ തന്നെ 2π into root of ടീന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്തു. ബാക്കിയല്ല അതുപോലെ തന്നെ 2π into root of ആറിന്റെ വാല്യൂ അറിയാം. ആറിന്റെ വാല്യൂ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം എഴുതാൻ. ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10⁻³ സ്ഥാനത്ത് 3 0 ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് h അതുപോലെ തന്നെ, h നമുക്കറിയില്ല, h അതുപോലെ തന്നെ ബൈ ജിന്റെ വാല്യൂ അറിയാം. ആർ എത്രയാണ്, ആറിന്റെ വാല്യൂയും കൊടുത്തു നോക്കാം. കിലോമീറ്ററിന് എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ h ഉള്ള ടേമിന് മാത്രം ഇവിടെ നമ്മളൊന്ന് നിർത്തുകയാണ്. അതിന് വേണ്ടി നമ്മളിവിടെ ഇത് നമ്മളൊന്ന് സ്ക്വയർ ചെയ്യാണ് ഇക്വേഷൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും വരിക, അത് സ്ക്വയർ ചെയ്യണം എന്തിനാ വെച്ചാൽ ഈ റൂട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ക്വയർ ചെയ്യണത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. 2π സ്ക്വയർ എന്ന് പറയുമ്പോൾ 4π² വരും. അതേപോലെ തന്നെ ഇവിടെ റൂട്ട് പോകും. ഇങ്ങനെ കിട്ടി. അപ്പൊ എന്തായി, ഫസ്റ്റ് റൂട്ടുള്ള ടേം ആയിരുന്നു. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ മൊത്തമായിട്ടൊന്ന് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോ ഈ സൈഡിൽ സ്ക്വയർ വന്നു, 2π ഒരു സ്ക്വയർ വന്നു, ഈ ഭാഗത്തുള്ള റൂട്ട് ഒഴിവാകും ചെയ്തു. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോണത് ഈ h ഉള്ള ഈ ടേം ഉണ്ടല്ലോ, ആ ടേമിന് മാത്രം അവിടെ നടത്തിയിട്ടുള്ള ബാക്കിയുള്ള ടേംസിനൊക്കെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് h-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ h-നെ മാത്രം ഒരു സൈഡിൽ നിർത്താം. ഈ ടേം ഒക്കെ അതുപോലെ തന്നെ അതിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക കാൽക്കുലേറ്ററിൽ. ഇവിടെ ഇൻറ്റു 4π² എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ ആവും, അതുപോലെ തന്നെ ബൈ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു ആവും. ബൈ 4π² ഈക്വൽ ടു എത്രയാണ് വരിക,
പ്ലസ് എച്ച് ഇതിന്റെ ബാക്കി തന്നെയാണിത് ഹോൾ ക്യൂബ് അല്ലെ. എച്ച് ഉള്ള ടേമിന് നമ്മൾ ഒരു സൈഡിൽ നിർത്തി ബാക്കിയുള്ള ടേംസിനൊക്കെ മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഇക്വേഷന്റെ അതേ ഫോർമാറ്റിലാണ്. അപ്പൊ ഈ എ പ്ലസ് ബി ഹോൾ ക്യൂബിന് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം? എ ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യാം. അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടേമിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, അത് ഹോൾ ക്യൂബ് ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹോൾ ക്യൂബിനെ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഹോൾ ക്യൂബിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും വരിക, ക്യൂബ് റൂട്ട് ഓഫ് എന്നാവും വരിക. ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്യൂബിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇതുപോലെ എഴുതേണ്ടത് ക്യൂബ് റൂട്ട് ഓഫ് that is equal to പ്ലസ് എച്ച്. അപ്പൊ ഈ ക്യൂബ് ഇങ്ങോട്ട് ക്യൂബ് റൂട്ടായി. അപ്പൊ ആദ്യം ഈ വാല്യൂ ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു നോക്കുക. അപ്പൊ ആ കിട്ടുന്ന വാല്യൂവിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൊടുക്കാൻ പറ്റും. ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്ററിൽ ഒരു ഐക്കൺ ഉണ്ട്, അത് കൊടുത്തിട്ട് ഈ ആൻസർ, ഇവിടെ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ ആദ്യം കാണുക. എന്നിട്ട് ആ ആൻസറിന്റെ ക്യൂബ് റൂട്ട് കാണുക. അപ്പൊ അത്രയും സീക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് എച്ചിന്റെ ഇവിടെ നിർത്തിയിട്ട് ഈ വാല്യൂസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മള് ടി ഈക്വൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എഴുതി അല്ലെ. അതിനുശേഷം നമ്മള് ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ബൈ ജി ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എഴുതി. നമുക്ക് വേണ്ട എച്ചിന്റെ വാല്യൂ ആയിരുന്നു. അപ്പൊ എച്ചിന്റെ ടൈമിൽ മാത്രം സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈംസിനൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ വാല്യൂ കൊടുത്തു. ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എത്തി അല്ലെ. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിനും സ്ക്വയർ ചെയ്തു, അങ്ങനെ റൂട്ട് ഒഴിവാക്കി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു ഹോൾ ക്യൂബുള്ള ഇക്വേഷനെ കിട്ടിയത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്യൂബിനെ നമുക്ക് ഈ സൈഡിലേക്ക് ഈക്വലിന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ആ ക്യൂബിനെ അവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ എച്ചിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. ആ 3 പ്രോബ്ലം ചെയ്തു. 3 പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് നോട്ട് അയച്ചു തരാം. ഓക്കെ.